ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലീഗൽ നെക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാധ്യസാക്ഷി അധിനിയവും ഇന്ത്യൻ എവിഡൻസ് ആക്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്കറിയാം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 റിപ്ലേസ് ചെയ്തുകൊണ്ടാണ് ബാധ്യസാക്ഷി അധിനിയം നിലവിൽ വന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നോക്കുന്നത്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 prepared by Sir James Fitchett Stephenson, enacted 15th March 1872, commenced 1st September 1872. ബാധ്യസാക്ഷി അധിനിയം നോക്കുകയാണെങ്കിൽ 2023 പാർലമെന്റാണ് ഇത് എനാക്ട് ചെയ്തത്. 25 ഡിസംബർ 2023 ഇത് നിലവിൽ വന്നത്. കെയിം ഇൻ ടു ഫോഴ്സ് 1st July 2024. കുറച്ചുകൂടി ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ എവിഡൻസ് വന്ന 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രിലിമിനറി, ഓൺ പ്രൂഫ്, പ്രൊഡക്ഷൻ ആൻഡ് എഫക്ട്സ് ഓഫ് എവിഡൻസ്. ചാപ്റ്റേഴ്സ് പറയുന്നത് 11 ഉള്ളത്. ഇതിലെ ലാസ്റ്റ് സെക്ഷൻ 167 ആണ്. അതുപോലെ BSc നോക്കുകയാണെങ്കിൽ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രിലിമിനറി, രണ്ടാമത്തേത് റെലവൻസ് ഓഫ് ഫാക്ട്, മൂന്നാമത്തെ ഓൺ പ്രൂഫ് ആൻഡ് പ്രൊഡക്ഷൻ ആൻഡ് എഫക്ട്സ് ഓഫ് എവിഡൻസ്. അതുപോലെ ചാപ്റ്റേഴ്സ് പറയുന്നത് 12 ഉള്ളത്. അതുപോലെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 170. മേജർ ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ എവിഡൻസിനെ പ്രൈമറി എവിഡൻസ് ആയി കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഓവറൽ എവിഡൻസ് ഇലക്ട്രോണിക് മീൻസ് വഴിയും നൽകാം എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. സ്ട്രീം ലിങ്ക്ഡ് സർട്ടിഫിക്കേഷൻ, എക്സ്പാൻഡഡ് സെക്കൻഡറി എവിഡൻസ്, ജോയിന്റ് ട്രയൽസ് ഫോർ എബ്സ്കോണ്ടേഴ്സ്, റിമൂവൽ ഓഫ് കൊളോണിയൽ ലാംഗ്വേജ്. റിമൂവൽ ഓഫ് കൊളോണിയൽ ലാംഗ്വേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലണ്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാതരം മെൻഷൻസും എടുത്തു കളഞ്ഞു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 2 ക്ലോസ് ഡിയിൽ വന്ന മാറ്റം നോക്കാം. ഡോക്യുമെന്റ് എന്ന പ്രൊവിഷനിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത് ഡോക്യുമെന്റ് മീൻസ് എനി മാറ്റർ എക്സ്പ്രസ്ഡ് ഓർ ഡിസ്ക്രൈബ്ഡ് ഓർ അതർവൈസ് റെക്കോർഡഡ്. ഇവിടെ അതർവൈസ് റെക്കോർഡഡ് എന്നത് പുതുതായി ആഡ് ചെയ്തൊരു ഭാഗമാണ്. അതുപോലെ അപ്പോൺ എനി സബ്സ്റ്റൻസ് മീൻസ് ഓഫ് ലെറ്റർ, ഫിഗേഴ്സ് ഓർ മാർക്സ് ഓർ എനി അതർ മീൻസ് ഓർ by more than one of those means intended to be used or which may be used for the purpose of recording that matter and includes electronic and digital records. Includes electronic and digital records എന്നത് പുതുതായിട്ട് ആഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇല്ലുസ്ട്രേഷനും പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. സെക്ഷൻ 3 ഓഫ് ദ എവിഡൻസ് ആക്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ all statement which the court permits or requires to be made before it by witnesses in relation to matters of for under inquiry, such statements are called oral evidence എന്നാണ്. ഇത് BSc വരുമ്പോൾ ഇൻക്ലൂഡിങ് സ്റ്റേറ്റ്മെന്റ്സ് ഗിവൻ ഇലക്ട്രോണിക്കലി എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്സെക്ഷൻ 2 all documents include electronic records provided for the inspection of the court. അവിടെ വന്നിട്ട് or digital records proceed for inspection of the court and such documents are called documentary evidence എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്ഷൻ 22 വന്നിരിക്കുന്നത് കൺഫെഷനിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ എ കൺഫെഷൻ മെയ്ഡ് ബൈ എൻ accused person is irrelevant in criminal proceeding if the making of confession appears to the court to have been caused by any inducement, threat, coercion or promise having refers to the charge against the accused person. ഇവിടെ coercion എന്നത് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ്. സെക്ഷൻ 24 ഓഫ് BSc ആൻഡ് 30 ഓഫ് എവിഡൻസിലാണ് അടുത്ത മാറ്റം വന്നത്. കൺസിഡറേഷൻ ഓഫ് proved confession affecting person making it and others jointly under trial for same offense. When more persons than one are being tried jointly for the same offense and a confession made by one of such persons affecting himself and some other of such person is proved, the court may take into consideration such confession as against such other person as well as against the person who makes such confession. Explanation: offense as used in this section includes the abetment of or attempt to commit the offense. സെക്ഷനിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും ഇതിലെ ഒരു എക്സ്പ്ലനേഷൻ ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. എക്സ്പ്ലനേഷൻ 2 a trial of more persons than one held in the absence of the accused
who has absconded or who fails to comply with a proclamation issued under Section 84 of the Bharatiya Nagarika Suraksha Samhita 2023 shall be deemed to be a joint trial for the purpose of the section. ഈ എക്സ്പ്ലനേഷൻ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഒഫൻഡേഴ്സ് ഉള്ള ഒരു കേസ് ജോയിൻറ്റ് ട്രയൽ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരു വ്യക്തി അബ്സ്കോണ്ട് ആവുകയാണെങ്കിൽ മറ്റു വ്യക്തി അത് കൺഫെഷൻ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾ നടത്തിയ കൺഫെഷന് വന്നിട്ട് റെലവൻ്റ് ആയിട്ട് കണക്കാക്കുന്നു. സെക്ഷൻ 35 ജഡ്ജ്മെന്റ് ഓഫ് കോർട്സ് വെൻ റെലവൻറ്റ് എന്ന ഭാഗത്ത് വന്ന് മാറ്റുന്നതെന്ന് വെച്ചാൽ എ ഫൈനൽ ജഡ്ജ്മെന്റ് ഓർഡർ ഓർ ഡിഗ്രി ഓഫ് കോമ്പീറ്റന്റ് കോർട്ട് ഓർ ട്രിബ്യൂണൽ. ഇതിൽ ട്രിബ്യൂണൽ കൂടി പുതുതായി ആഡ് ചെയ്താണ്. ട്രിബ്യൂണൽസിന്റെ ജഡ്ജ്മെന്റ് കൂടി റെലവൻ്റ് ആയിരിക്കും എന്നത് ഇപ്പോൾ പുതുതായിട്ട് BSAയിൽ ആഡ് ചെയ്തൊരു വേർഡാണ്. അടുത്താണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. സെക്ഷൻ 45 ഓഫ് ദ എവിഡൻസ് ആക്ട് ആണ് എക്സ്പെർട്ട് ഒപ്പീനിയനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. അതുപോലെ BSA സെക്ഷൻ 39 when the court has to form an opinion upon a point of foreign law or of science or art or as to identity of handwriting or finger impression, the opinion upon that point of persons especially skilled in such foreign law, science or art or in question as to identity of handwriting or finger impression are relevant facts. ഇതിൽ വന്നിട്ട് കുറച്ച് എക്സ്പേർട്ട് ഒപ്പീനിയൻസ് ആവശ്യമുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട്. ആർട്ട് ഓർ അതർ ഫീൽഡ്, ഇതിൽ അതർ ഫീൽഡ് എന്ന് പറയുന്നത് പുതുതായി ആഡ് ചെയ്തതാണ്. എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്ന് പറയുമ്പോൾ ചില സാഹചര്യത്തിൽ കോർട്ടിന് ഒരു തേർഡ് പേഴ്സൻ്റെ ഒപ്പീനിയൻ്റെ ആവശ്യമായി വരാം. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ സയൻസ്, ആർട്ട്, ഫോറിൻ ലോ എന്നീ മേഖലകളിൽ വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസ് കോർട്ട് ആവശ്യപ്പെടാം എന്നാണ് എക്സ്പേർട്ട് ഒപ്പീനിയനിൽ പറയുന്നത്. ആ എക്സ്പേർട്ട് ഒപ്പീനിയനിൽ ആർട്ട്, സയൻസ് ഓർ എനി അതർ ഫീൽഡാണ് പുതുതായി ആഡ് ചെയ്തിട്ടുള്ളത്. Section 62 of evidence deals with primary evidence. Primary evidence means the document itself produced for the inspection of the court. Explanation 1. Where a document is executed in several parts, each part is primary evidence of the document. Where a document is executed in court parts, each court part being executed by one or some of parties, only each court parts is primary evidence as against the parties executed it. Explanation 2. Where a number of documents are all made by one uniform process, as in the case of printing, lithography or photography, each is primary evidence of the contents of the rest, but where they are all copy of a common original, they are not primary evidence of the content of the original. പ്രൈമറി എവിഡൻസ് സെക്ഷൻ 57 ഓഫ് BSAയിലേക്ക് വരികയാണെങ്കിൽ അതിൽ 4 മുതൽ 7 വരെയുള്ള എല്ലാ എക്സ്പ്ലനേഷൻസും പുതുതായി ആഡ് ചെയ്തതാണ്. എക്സ്പ്ലനേഷൻ 1 എന്താ പറയുന്നത്, വേർ എ ഡോക്യുമെന്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ സെവറൽ പാർട്സ്. അപ്പോൾ ഒരു ഡോക്യുമെന്റിനെ പല പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ഓരോ പാർട്സും പ്രൈമറി എവിഡൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എക്സ്പ്ലനേഷൻ 2 എന്താ പറയുന്നത് വെച്ചാൽ ഒരു ഡോക്യുമെന്റ് വന്നിട്ട് കൗണ്ടർ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓരോ കൗണ്ടർ പാർട്ടും നമ്മൾ വന്നിട്ട് പ്രൈമറി എവിഡൻസ് ആയി കണക്കാക്കുന്നു. അതുപോലെ എക്സ്പ്ലനേഷൻ 3 പറയുന്നത് എ നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് ആർ ഓൾ മെയ്ഡ് ബൈ വൺ യൂണിഫോം പ്രോസസ്. ഒരു യൂണിഫോം പ്രോസസ്സിലാണ് ഒരു നമ്പർ ഓഫ് ഡോക്യുമെന്റ്സ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു പ്രൈമറി എവിഡൻസ് ആയി കണക്കാക്കുന്നു. എക്സ്പ്ലനേഷൻ 4 പറയുന്നത് എന്താ വെച്ചാൽ electronic or digital record is created or stored and such storage occurs simultaneously or subsequently in multiple files. Each such file is primary evidence. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഒരു ഇലക്ട്രോണിക്കിലോ അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിലോ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ട് ആ എല്ലാ പാർട്സും വന്ന് പല ഭാഗത്തായിട്ട് സബ്സിക്വൻ്റ് ആയിട്ട് മൾട്ടിപ്പിൾ ഫയൽസിലാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു പ്രൈമറി എവിഡൻസ് ആയി കണക്കാക്കുന്നു. എക്സ്പ്ലനേഷൻ 5 പറയുന്നത് എന്താ വെച്ചാൽ വെർ ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രോം പ്രോപ്പർ കസ്റ്റഡി സച്ച് ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ റെക്കോർഡ് ഈസ് പ്രൈമറി എവിഡൻസ് അൺലെസ് ഇറ്റ് ഈസ് ഡിസ്പ്യൂട്ടഡ്. അത് പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോം അതിൽ വന്നിട്ട് ഒരു പ്രോപ്പർ കസ്റ്റഡിയിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള
റെക്കോർഡ്സ് വന്ന പ്രൈമറി എവിഡൻസ് ആയി കണക്കാക്കുന്നു. എക്സ്പ്ലനേഷൻ 6 എന്താ പറയുന്നത് വെച്ചാൽ വേറെ വീഡിയോ റെക്കോർഡിംഗ് ഈസ് simultaneously stored in electronic form and transmitted or broadcast or transferred to another. Each of the stored recording is primary evidence. എന്ന് പറയുകയാണെങ്കിൽ ഒരു വീഡിയോ റെക്കോർഡിംഗ് വന്നിട്ട് ഒരു ഇലക്ട്രോണിക് ഫോമിൽ ട്രാൻസ്മിറ്റ് ഓർ പോഡ്കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ മേഖലകളിലുള്ള വീഡിയോ റെക്കോർഡിങ്ങും പ്രൈമറി എവിഡൻസ് ആയി കണക്കാക്കുന്നു. അതുപോലെ എക്സ്പ്ലനേഷൻ 7 പറയുന്നത് നമുക്ക് നോക്കാം. എക്സ്പ്ലനേഷൻ 7 നോക്കുകയാണെങ്കിൽ വേർ an electronic or digital record is stored in multiple storage spaces in computer resource. Each such automatic storage including temporary files is primary evidence. അടുത്തത് നമുക്ക് സെക്കൻഡറി എവിഡൻസിൽ വന്ന മാറ്റം എന്താണെന്ന് നോക്കാം. സെക്കൻഡറി എവിഡൻസ് മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് certified copies given under the provision. Hereinafter, copies made from the original by mechanical process which in themselves ensures the accuracy of the copy and copies compared with such copies made from or compared with the original counterparts of documents as against the parties who did not executed them, oral accounts of the contents of a document given by some person who has himself seen it. സെക്കൻഡറി എവിഡൻസിന് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സർട്ടിഫൈഡ് കോപ്പിയാണ്. അതുപോലെ തന്നെ ഒരു ഒറിജിനൽ ഡോക്യുമെൻറ്റിന് കോപ്പി എടുക്കുന്നതിനൊക്കെ നമ്മൾ സെക്കൻഡറി എവിഡൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു കോപ്പീനെ വീണ്ടും ഒരു കോപ്പി എടുക്കുകയാണെങ്കിൽ അതും ഒരു സെക്കൻഡറി എവിഡൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻറ്റിനെ കൗണ്ടർ പാർട്സിനെയും നമ്മൾ സെക്കൻഡറി എവിഡൻസ് ആയി കണക്കാക്കുന്നു. ഒരു വ്യക്തി ഒരു എവിഡൻസ് ആണ് ഓറലായി നൽകുകയും അതിനെ പിന്നീട് റിട്ടേൺ ഡോക്യുമെന്റിലാക്കി കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഡോക്യുമെന്റ്സിനെ നമ്മൾ സെക്കൻഡറി എവിഡൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. സെക്ഷൻ 58 ഓഫ് ദ BSc ആണ് സെക്കൻഡറി എവിഡൻസിനെ കുറിച്ച് പറയുന്നത്. ഇതിൽ വന്ന മാറ്റങ്ങൾ ഇതിനെ പുതുതായി ആഡ് ചെയ്ത ഭാഗം പറയുന്നത് ഓറൽ അഡ്മിഷൻ, അതുപോലെ റിട്ടേൺ അഡ്മിഷൻ പുതുതായി ആഡ് ചെയ്താണ്. അതുപോലെ എവിഡൻസ് ഓഫ് എ പേഴ്സൺ ഹു ഹാസ് എക്സാമിൻഡ് എ ഡോക്യുമെന്റ് ദ ഒറിജിനൽ ഓഫ് which consist of numerous accounts or other documents which cannot convincingly be examined in court and who is skilled in the examination of such documents. സെക്ഷൻ 61 എന്ന് പറയുന്നത് എൻറ്റയർലി പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇലക്ട്രോണിക് ഓർ ഡിജിറ്റൽ റെക്കോർഡ്സ്. നത്തിങ് ഇൻ ദിസ് അധിനിയം ഷാൽ അപ്ലൈ ടു ഡിനേ the admissibility of an electronic or digital record in the evidence on the ground that it is an electronic or digital record, and such record shall, subject to section 63, have the same legal effects, validity and enforceability as other document. സെക്ഷൻ 61 എന്താ പറയുന്നത് വെച്ചാൽ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് അത് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിലാണ് എന്നത് കൊണ്ട് മാത്രം അതിൻ്റെ അഡ്മിസിബിലിറ്റി ഒരിക്കലും ഇല്ലാതാകുന്നില്ല. അത് ട്രഡീഷണൽ ഡോക്യുമെന്റ് പോലെ തന്നെ വാലിഡിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ട് കണക്കാക്കുന്നു. Presumption as to Gazette, newspaper, private acts of Parliament and other document. Section 81. The court shall presume the genuineness of every document purporting to the London Gazette or any official gazette or the government gazette of any colony, dependency or possession of the British Crown, or to be a newspaper or journal, or to be a copy of a private act of Parliament of the United Kingdom printed by the Queen's printer, and of every document purporting to be a document directed by any law to be kept by any person, if such document is kept substantially in the form required by law and is produced from the proper custody. ഈ സെക്ഷൻ BScയിൽ വരുമ്പോൾ സെക്ഷൻ 80 ആയിട്ട് കൺവേർട്ട് ആവുന്നു. The court shall presume the genuineness of every document purporting to be official gazette or to be newspaper or journal, and every document purporting to be document directed by law to be kept by any person, if such document is kept substantially in the form required by law and is produced from proper custody. അപ്പോൾ നമ്മൾ ഈ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകാം
ജർമ്മനിയായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വേർഡ്സും ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയതായിട്ട് എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ ദ പേർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ and section 92, document is said to be proper custody if it is in place in which and looked after by the person with whom such document is required to be kept, but no custody is improper if it is proved to have been legitimate origin or if the circumstances of the particular case are such as to render that origin probable. സെക്ഷൻ 80 ഓഫ് ദ BSA പറയുന്നത് എന്താ വെച്ചാൽ കോർട്ടിന് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ ഡോക്യുമെന്റിന്റെയും ജെനുവിനൻസും ഒറിജിനും കോർട്ട് ഡിറ്റർമൈൻ ചെയ്തിരിക്കണം എന്നാണ്. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടാണ്. ഈ എക്സ്പ്ലനേഷനിൽ പ്രോപ്പർ കസ്റ്റഡി എന്താണെന്നാണ് പറയുന്നത്. പ്രോപ്പർ കസ്റ്റഡി എന്താണെന്ന് വെച്ചാൽ ലോഫുള്ളി ഏത് ഡിപ്പാർട്ട്മെന്റിനെയാണോ ഒരു ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അവിടെ നിന്ന് വരുന്ന എല്ലാ ഡോക്യുമെന്റ്സും പ്രോപ്പർ ഡോക്യുമെന്റ് ആയിട്ട് കണക്കാക്കുന്നു. എവിഡൻസ് ആക്ട് BSA ആയിട്ട് കൺവേർട്ട് ആയപ്പോൾ കുറച്ച് ഭാഗങ്ങൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. അതായതൊക്കെയാണ് നോക്കാം. സെക്ഷൻ 3 ക്ലോസ് ഐയിലെ ഇന്ത്യ എന്ന ഭാഗം എടുത്തു മാറ്റിയിട്ടുണ്ട്. സെക്ഷൻ 82 പ്രിസംപ്ഷൻ ആസ് ടു ഡോക്യുമെന്റ് അഡ്മിസിബിൾ ഇൻ ഇംഗ്ലണ്ട് വിത്തൗട്ട് പ്രൂഫ് ഓഫ് സീൽ ഓർ സിഗ്നേച്ചർ എന്നത് എടുത്തു മാറ്റിയതാണ്. സെക്ഷൻ 88 പ്രിസംപ്ഷൻ ആസ് ടു ടെലഗ്രാഫിക് മെസ്സേജ്. സെക്ഷൻ 133 പ്രൂഫ് ഓഫ് സെഷൻ ഓഫ് ടെറിട്ടറി. സെക്ഷൻ 163 പവർ ഓഫ് ജൂറി ഓർ അസസർ ടു പുട്ട് ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ എടുത്തു മാറ്റിയ ഭാഗങ്ങളാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് BSAയും എവിഡൻസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ഫൗണ്ട് ദിസ് വീഡിയോ ഹെൽപ്ഫുൾ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ ലീഗൽ ഇൻസൈറ്റ്സ്.